ഹലോ ഫ്രണ്ട്സ്, 10th ലെവൽ മെയിൻസ് 25 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ പാർട്ട് 4 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേ 15 വരെ നമ്മൾ 3 പാർട്സായിട്ട് ചെയ്തിട്ടുണ്ട്. ഡേ 16 വരുന്നത് കേരളം വന്യജീവി സങ്കേതങ്ങൾ, താപപ്രേഷക രീതികൾ, ഉത്തരപർവ്വത മേഖല, സാഹിത്യ അവാർഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. എഴുത്തച്ഛൻ അവാർഡ്, അതുപോലെ വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അങ്ങനെയുള്ളത്. അതുപോലെ കേന്ദ്രത്തിലാവുന്ന സമയത്ത് ജ്ഞാനപീഠ അവാർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കറണ്ട് അഫേഴ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല ആദ്യമായിട്ട് ആർക്കാണ് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. SCERT സ്റ്റാൻഡേർഡ് 9 ഫിസിക്സ്, കറണ്ട് അഫേഴ്സ് 2024 December 1 to 31, PYQ 16th സെറ്റ്. പിന്നെ ഞാൻ ഇതുവരെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. PYQ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മാത്സിലൊക്കെ വീക്കുള്ള ആൾക്കാരാണെങ്കിൽ ഈ PYQ ചെയ്യുന്ന സമയത്ത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് അതിൽ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നുണ്ടെങ്കിൽ ഇക്വേഷന്, അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം ചെയ്യുന്ന കറക്റ്റ് ടെക്നിക്ക് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ PYQ സെറ്റിൻ്റെ കൂടെ നിങ്ങൾ മാത്സ് പഠിക്കും എന്ന ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് മാത്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാത്തത്. മാത്സ് നമ്മൾ എന്തായാലും വീക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ PYQ ചെയ്യുന്ന സമയത്ത് ആ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ കറക്റ്റ് ടെക്നിക്കും പഠിച്ചു വെച്ചാൽ മതി. ഡേ 17 വരുന്നത് ദേശീയ വരുമാനം, ലോഹങ്ങൾ അയിരുകൾ, ഗതാഗത മാർഗങ്ങൾ, കൃതി കർത്താക്കൾ, അസ്ഥികൾ പേശികൾ, SCERT സ്റ്റാൻഡേർഡ് 9 കെമിസ്ട്രി, കറണ്ട് അഫേഴ്സ് January 2025 1 to 15, PYQ 17th സെറ്റ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 18 വരുന്നത് പഞ്ചവത്സര പദ്ധതികൾ, ആറ്റം, സബ്ഷെൽ, GST സെൻസസ്, ദേശീയ വരുമാനം, തൂലികാ നാമങ്ങൾ. നമുക്കറിയാം തൂലികാനാമങ്ങൾ മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും ഏകദേശം ഒരു 90% ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സിലും നമുക്ക് തൂലികാനാമങ്ങൾ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് കാണാൻ കഴിയും. അപ്പം നമ്മൾ ഈ PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പഠിച്ചു പോയാലും മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തൂലികാനാമങ്ങൾ ടോപ്പിക്കായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ശ്വസന വ്യവസ്ഥ, SCERT സ്റ്റാൻഡേർഡ് 9 ബയോളജി, കറണ്ട് അഫേഴ്സ് January 2025 16 to 31, PYQ 18th സെറ്റ്. പിന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 19 വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്, ആറ്റം, മൗലിക കണങ്ങൾ, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, വള്ളം കളി, മനുഷ്യാവകാശ കമ്മീഷൻ. ഈ വള്ളം കളി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി, അതിലൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ആരാണ് വിന്നറായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. SCERT മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് SCERT സ്റ്റാൻഡേർഡ് 10 ഹിസ്റ്ററി, കറണ്ട് അഫേഴ്സ് 2025 February 1 to 15, PYQ 19th സെറ്റ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഡേ 20 വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ, പീരിയോഡിക് ടേബിൾ, ഹരിത വിപ്ലവം, കഥാപാത്രം, കൃതി. ഇതൊക്കെ നമ്മൾ ഈ മലയാളം PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സിൽ വരുന്നതാണെങ്കിലും കഥാപാത്രം, കൃതി ഒന്നും കൂടി നിങ്ങൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. സീനിയർ സിറ്റിസൺ കമ്മീഷൻ, SCERT സ്റ്റാൻഡേർഡ് 10 ജിയോഗ്രഫി, കറണ്ട് അഫേഴ്സ് 2025 February 16 to 28, PYQ സെറ്റ് 20. ഇതിൽ മാത്സ് നന്നായിട്ട് നോക്കുക. മാത്സിൻ്റെ എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസൊക്കെ കണ്ടുപിടിച്ച് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. ഇതിൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഇപ്പോൾ എന്താണ് ടെൻസാണ് വരുന്നതെങ്കിൽ ആ ടെൻസ് ഭാഗം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക്, അതായത് ഇംഗ്ലീഷിലൊക്കെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, എപ്പോഴും റിപ്പീറ്റ് അടിച്ച് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഈ സിനോണിംസ്, അൻറ്റോണിംസ്, അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് PYQ അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക. അത് നമുക്കൊരു ലെക്ക് പോലെയാണ്. പക്ഷേ ജസ്റ്റ് ചില ടോപ്പിക്സ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്, അതുപോലെ തന്നെ എന്താ പറയുക, ആക്റ്റീവ് ആൻഡ് പാസീവ്,
ടെൻസ്, ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ഓരോ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു 5% അങ്ങനെയുള്ള ഭാഗങ്ങളായിരിക്കും വരിക. ഒരു 5% വൊക്കാബുലറി പാർട്സിന് വരുള്ളൂ. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ഇംഗ്ലീഷിൻ്റെ. പിന്നെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഒരു വൊക്കാബുലറി ആ ഒരു ടൈപ്പിൽ വരുന്നത്. അപ്പം ഈ 5 മാർക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കണം. ബാക്കി 5 നമ്മൾ പഠിച്ചു നോക്കുക, എന്നിട്ട് കിട്ടുന്നതാണെങ്കിൽ എഴുതുക, അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. പക്ഷേ എപ്പോഴും PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുന്ന സമയത്ത് ഒരു 3 ക്വസ്റ്റ്യനൊക്കെ വൊക്കാബുലറിയിൽ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളം, PYQ ആൻഡ് കണക്റ്റഡ് ഫാക്ട്സ്. താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു പാർട്ട് 4-ൽ. ഓക്കെ, താങ്ക് യു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. താങ്ക് യു.